യാദൃശ്ചികമായിട്ട് ഇന്നത് നിങ്ങൾ കണ്ടു വെബ്സൈറ്റ്. ഞാൻ മൊഹസാൻ മിറാക്കിൾസ് എന്ന് അടിച്ചതാണ്. അപ്പോൾ നിങ്ങളതാ വന്നത്, മറ്റേത് കണ്ടൂല. പിന്നെ നിങ്ങളിത് കണ്ടപ്പോൾ മനസ്സിലായി. മറ്റേ ടെർമിനേറ്റ് ചെയ്ത കാര്യം നിങ്ങളിൽ ഇതിൽ നിന്നാണ് മനസ്സിലായത്, ഇതിൽ നിന്നാണ് മനസ്സിലായത്. പക്ഷെ അത് യൂട്യൂബ് ഇപ്പം അടുത്ത കാലത്ത് തുടങ്ങിയതാണ്. 2 മാസം 3 മാസമായിട്ടുള്ളൂ. അതിന് മുമ്പേ സൂമിലുണ്ട്. ഇവരുടെ ഈ പരിപാടി 5-6 മാസം കേട്ടു. അപ്പൊ എനിക്ക് മനസ്സിലായി ഇദ്ദേഹത്തിന്റെ ക്രെഡിബിലിറ്റി എനിക്ക് മനസ്സിലായി. ഇത് സംഗതി നിങ്ങൾ പറഞ്ഞ ലെവലിൽ ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ എനിക്ക് യൂട്യൂബ് ചെയ്യാനുള്ളൊരു ഇത് സൗകര്യപ്പെട്ടില്ല. പെട്ടെന്ന് ആർക്കും മനസ്സിലാവില്ലല്ലോ. നമ്മൾ ഈ യൂട്യൂബിൽ അനുഭവങ്ങളാണല്ലോ രാവിലെ ഉള്ളത്. മോർണിംഗ് സെഷൻ ഫ്രീ ആണ്. അപ്പൊ അത് അനുഭവങ്ങളാണല്ലോ പറയുന്നത്. അപ്പോൾ പെട്ടെന്ന് ആർക്കും അത് മനസ്സിലാവില്ല. പിന്നെ ഇദ്ദേഹം ഇടക്കാണല്ലോ വരുന്നത് പറയുന്നത്. അപ്പൊ ഇദ്ദേഹത്തെ മനസ്സിലാക്കി കൊടുത്തു. ഞാൻ ഇതൊക്കെ സെർച്ച് ചെയ്തു, ഈ ഗൂഗിളൊക്കെ സെർച്ച് ചെയ്തു, ലിങ്ക്ഡിൻ, ഫേസ്ബുക്ക്, അങ്ങനെ മൊത്തത്തിൽ സെർച്ച് ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലായി ഇദ്ദേഹം ഒരു MLM-ന്റെ ആളാണ്. പിന്നെ ഇദ്ദേഹത്തിന് നെഗറ്റീവ് കമന്റും പണ്ട് വന്നിട്ടുണ്ട്. അതായത് MLM-ൽ വർക്ക് ചെയ്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവർക്ക് പൈസ നഷ്ടപ്പെട്ട ആൾക്കാരൊക്കെ ഇദ്ദേഹത്തെ ഫ്രോഡാണെന്ന് അതിൽ കണ്ടിരുന്നു കുറെ മുമ്പേ തന്നെ. അപ്പൊ എനിക്ക് മനസ്സിലായി. പിന്നെ അദ്ദേഹത്തിന്റെ സ്റ്റൈലും അങ്ങനെയാണ്. പിന്നെ ഈ ബാറ്റ ഷൂവിന്റെ പോലെ 999, 1999 ഇങ്ങനെ അങ്ങനെ വെക്കുമ്പോൾ തന്നെ അതൊരു ബിസിനസ് ലൈൻ ആണല്ലോ. അതിന്റെ ആവശ്യമില്ലല്ലോ. അതിലൊക്കെ ഇപ്പൊ കൊടുങ്ങല്ലൂർ ഒരു പരിപാടിയൊക്കെ വെച്ചു. പക്ഷെ അയാൾ വന്നില്ല. കാരണം അയാൾ വന്നു കഴിഞ്ഞാൽ പിന്നെ വളരെ കോമൺ മാനായി മാറിയല്ലോ. അപ്പൊ അദ്ദേഹം ഒളിവിൽ നിന്നിട്ട് ഇവന്റ് മാനേജ്മെന്റ് ആൾക്കാർ പരിപാടി നടത്തിയിട്ടുണ്ട്. പിന്നെ ഇതിന്റെ ആശയം സൈക്കോളജി ആണെന്നുള്ളത് അറിയുന്ന വിധത്തിൽ വേറെ സൂമിൽ 1000 പേരുണ്ട്. 1000 പേർക്കുള്ള സീറ്റിംഗ് ഉണ്ട് അതില് കൂടുതൽ വന്നപ്പോഴാണ് ഇവര് യൂട്യൂബ് തുടങ്ങിയത്. അപ്പൊ യൂട്യൂബിന് വരുമാനം കിട്ടുന്ന പരിപാടിയാണല്ലോ. അപ്പോ അങ്ങനെ പോവാണ്. ഇത് കൂടാതെ ശിവയോഗി, ആലത്തൂർ ശിവയോഗി ഉണ്ട്. അദ്ദേഹം ഈ മെഡിറ്റേഷന്റെ കേരളത്തിലെ ആദ്യ കാലത്ത് അറിയപ്പെട്ട ആളാണ്. അപ്പൊ ഞാൻ ഈ മൊഹസാന്റെ ഇത് തട്ടിപ്പാണെന്നുള്ളത് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനത് അവര് സീരിയസ് ആയിട്ട് ചെയ്തു. അവരുടെ പരിപാടി ഇവിടെ ഉണ്ടായിരുന്നു, തൃശ്ശൂരുണ്ടായിരുന്നു. അപ്പൊ അതിലൊരു 10-20 വീഡിയോ ചെയ്തിട്ടുണ്ട്. അവിടുത്തെ പ്രോഗ്രാമാണ് മറ്റേ ശിവയോഗിയുടെ അനുസ്മരണത്തിന്റെ പ്രോഗ്രാം. പക്ഷെ അത് ഉദ്ദേശിച്ചതായിരുന്നു. ഇദ്ദേഹത്തിന്റെ പരിപാടി അദ്ദേഹം ഇങ്ങനെ ദൈവികമായിട്ട് ഒന്നും അത് ക്ലെയിം ചെയ്യാത്ത ആളാണ്. എന്ന് വെച്ചാൽ അദ്ദേഹം ഒരു നാസ്തിക രൂപത്തിലുള്ള ആളാണ്. ഈ ശിവയോഗി പേര് യോഗി എന്നാണെങ്കിലും ദൈവത്തെ അംഗീകരിക്കാത്ത ലോകായതക്കാരുണ്ടല്ലോ, ആ ലെവലിലുള്ള ഒരാളാണ്. അപ്പൊ ഇദ്ദേഹം ഈ സൈക്കോളജിക്കൽ ആയിട്ടുള്ള കാര്യങ്ങൾ, അതിന്റെ എഫക്റ്റുകൾ അയാള് സ്വന്തം കഴിവാണെന്നിട്ട് പറയുന്നൊരു അവസ്ഥയാണ് ഉള്ളത്. അത് നുണയാണല്ലോ, വ്യാജമാണല്ലോ. ഇതിനെപ്പറ്റി അറിയാത്ത ആൾക്കാരാണ്, ഈ ചരിത്രമൊന്നും അറിയാത്ത ആൾക്കാരാണ് ഇതിൽ പെട്ടിട്ടുള്ളത്. അപ്പോ അത് അതിനൊരു ആന്റി ആയിട്ടാണ് ഞാൻ ഇത് ചെയ്തത്, ശിവയോഗിയുടെ ആ സീരീസ് ചെയ്തത്. പക്ഷെ കാണുന്ന ആൾക്കാരല്ലേ കാണുള്ളൂ. ഞാൻ ആദ്യം അതിൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഉണ്ടായിരുന്നു. പിന്നെ അവര് എന്നെ ഒഴിവാക്കി. പിന്നെ പിന്നെ യൂട്യൂബിലൊക്കെ കണ്ടിരുന്നു. പിന്നെ ഞാൻ ഒഴിവാക്കി. കാര്യമില്ല. കാരണം രാവിലെ പൈസ കൊടുത്തിട്ട് കാണാൻ പോകേണ്ട ആവശ്യമില്ല. കാരണം രാവിലെ കാണുന്നുണ്ടല്ലോ. അപ്പൊ ഇതിനെപ്പറ്റി ഞാൻ അന്വേഷിച്ചിരുന്നു. ഈ രാത്രി എന്താ പരിപാടി, എക്സ്പെഡീഷൻ എന്താ. അപ്പോൾ ഈ 4-5 മണിക്കൂർ, 1 മണിക്കൂർ ഈ മെഡിറ്റേഷനാണ്. അതായത് മോർണിംഗിൽ ഒരു 10 മിനിറ്റ് 12 മിനിറ്റുള്ള മെഡിറ്റേഷൻ, രാത്രിയിൽ ഒരു 1 അവർ മെഡിറ്റേഷൻ ഉണ്ടാവും. പിന്നെ ഈ സംസാരം തന്നെ. അപ്പൊ സ്വാഭാവികമായിട്ട് 1 മണിക്കൂർ ഇരുന്ന് കഴിയുമ്പോൾ ഈ പറഞ്ഞ പോലെ ആൽഫ സ്റ്റേജിലൊക്കെ എത്തുമല്ലോ. പിന്നെ അതിൽ കൂടെ നമ്മളെ ഇൻസ്ട്രക്ഷനും പിന്നെ ഈ പറഞ്ഞ പോലെ ഹിപ്നോട്ടിസ്റ്റിന്റെ സജഷനൊക്കെ വരുമ്പോൾ മാറ്റങ്ങൾ വരുമല്ലോ. അതാണ് സംഭവിക്കുന്നത്. അപ്പൊ അത് ശാസ്ത്രീയമായിട്ട് ഈ ആൾക്കൊന്നും അറിയില്ല. അവരൊക്കെ ഓരോ പ്രശ്നത്തിൽ ഇടപെട്ടിട്ട് പെട്ടെന്ന് ഇതിലേക്ക് ചാടി വന്നതാണ്. പിന്നെ റെഫറലാണല്ലോ, ഓരോരുത്തർ ഇങ്ങനെ പറഞ്ഞു കൊടുക്കല്ലേ. അപ്പോൾ കുറെ ആൾക്കാരൊക്കെ പൈസ കൊടുത്തിട്ട്, മിക്കവാറും ആൾക്കാർ പൈസ കൊടുത്തിട്ട് തന്നെ പല ഘട്ടങ്ങളായിട്ട്. പിന്നെ 50 ചാടാൻ ആൾക്കാർ മടി. കാരണം 1 ലക്ഷമൊക്കെ ആക്കണം എന്ന് പറഞ്ഞിരുന്നു. 1 ലക്ഷം ആക്കി കഴിഞ്ഞാൽ പിന്നെ ആൾക്കാർ വരില്ല. ഈ 50,000 തന്നെ കഷ്ടപ്പെടുകയാണ് ആൾക്കാർ. അപ്പൊ നമുക്ക് ഇതിനെപ്പറ്റി ആദ്യം തന്നെ മനസ്സിലായി. പക്ഷെ അത് എങ്ങനെ പറയണം എന്നുള്ള മൊത്തത്തില് ആൾക്ക് മനസ്സിലാവുന്ന രൂപത്തിൽ പറയണല്ലോ. ഇയാളെ ഒരു വീഡിയോ കണ്ടാൽ തന്നെ മനസ്സിലാവും അതില് ഉള്ള ഫോൾട്ടുകൾ. ഞാൻ യാദൃശ്ചികമായിട്ടാണ് ഞാൻ മോസ്താന്നൊരു ദിവസം അടിച്ചതാണ്, എന്താ ലേറ്റസ്റ്റ് കാണാൻ വേണ്ടിട്ട്. അപ്പോഴാണ് നിങ്ങളെ വീഡിയോ വന്നത്, മറ്റുള്ളൊന്നും കാണുന്നില്ല. അപ്പൊ ആ വീഡിയോയിൽ നിങ്ങൾ പറയുന്നുണ്ട് ഞാൻ വീഡിയോ ചെയ്തപ്പോൾ അവരത് യൂട്യൂബ് അത് അവരത് റിമൂവ് ചെയ്യുന്നൊക്കെ അതിലാണ് കണ്ടത്.
നിങ്ങളെ പറ്റി അറിഞ്ഞത് അപ്പോഴാണ്. നമസ്കാരം. കേരള സോഷ്യൽ വാരിയേഴ്സിന് വേണ്ടി സംസാരിക്കുന്നത്. കേരള സോഷ്യൽ വാരിയേഴ്സ് എന്ന ഈ ഒരു പുതിയ ഫേസ്ബുക്ക് ഗ്രൂപ്പ് തികച്ചും സോഷ്യൽ കമ്മിറ്റഡായി മാത്രം പ്രവർത്തിക്കുന്ന ഒരു സൈബർ പ്ലാറ്റ്ഫോം മാത്രമാണ്. നമുക്കറിയാം, ഇന്ന് പ്രത്യേകിച്ച് കേരള സോഷ്യൽ മീഡിയയിൽ നിരവധി ഗ്രൂപ്പുകളുണ്ട്. അതായത് നമ്മൾ മത, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിൽ നിരവധി ഗ്രൂപ്പുകളുണ്ട്. അതുപോലെ തന്നെ എൻ്റർടൈൻമെൻറ്റ് മേഖലകളിൽ സിനിമ, ട്രാവലിംഗ്, അതുപോലെ തന്നെ നമ്മുടെ ഫുഡ്, അങ്ങനെ നിരവധി ഗ്രൂപ്പുകൾ എല്ലാ മേഖലകളിലുമുണ്ട്. എന്നാൽ ഇതിൽ നിന്നെല്ലാം തികച്ചും വ്യത്യസ്തമായി ഒരു ആശയമാണ് കേരള സോഷ്യൽ വാരിയേഴ്സ് മുന്നോട്ട് വെക്കുന്നത്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളുടെ കേരളീയ സമൂഹത്തിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിലുണ്ടാകുന്ന പ്രശ്നങ്ങളും വെല്ലുവിളികളും മാത്രം ചർച്ച ചെയ്തുകൊണ്ട് ആ പ്രശ്നത്തെ എത്രയും വേഗം സമൂഹ മാധ്യമങ്ങളുടെ അനന്ത സാധ്യതകളെ ഉപയോഗപ്പെടുത്തി നമ്മൾ ഉന്നതാധികാരികളിലേക്കും നിയമപാലകരിലേക്കും എത്തിച്ച് ആയതിന് പരിഹാരം കിട്ടുന്നതിന് സഹായിക്കുന്ന തികച്ചും നിയമാനുസൃതമായി പ്രവർത്തിക്കുന്ന ഒരു ഗ്രൂപ്പാണ് എന്നുള്ളതാണ്. കേരള സോഷ്യൽ വാരിയേഴ്സ് എന്ന നമ്മളുടെ ഈ ഗ്രൂപ്പിനെ നമ്മുടെ കേരളീയ സമൂഹത്തിൻ്റെ സ്വന്തം ഗ്രൂപ്പായി കണ്ട് പ്രൊമോട്ട് ചെയ്യും എന്ന് വിശ്വസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. താങ്ക് യു വെരി മച്ച്.